മഴയൊന്ന് മാറി വെയിൽ വരച്ചപ്പോ ഞാൻ രാവിലെ ഒരുങ്ങിക്കെട്ടി പുറത്തേക്ക് ഇറങ്ങി. എങ്ങോട്ടാന്നല്ലേ? സ്റ്റോറിലേക്ക്. വേറെ എങ്ങോട്ടാ? എന്നും സ്റ്റോറിലേക്ക് പോയാൽ മടുപ്പില്ലേന്ന്. സത്യം പറയാലോടോ, ജോലിക്ക് പോകുന്ന അത്രയും മടുപ്പ് സ്റ്റോറിലേക്ക് പോകാനില്ല. ഹൈഷ്, അന്ന അല്ലേടോ ഇങ്ങനെ തള്ളി പറയല്ലേ. അയ്യോ, തള്ളി പറഞ്ഞതല്ലാന്നേ. ശരിക്കും ആത്മാർത്ഥതയോടെ തന്നെയാ ജോലി ചെയ്യുന്നത്. നന്ദിയും ഉണ്ട്, അന്നമാണെന്നുള്ള ബോധ്യവും ഉണ്ട്. പക്ഷെ ജോലിയോടൊരു സ്നേഹം, ഇഷ്ടം അതില്ല. എനിക്ക് തോന്നുന്നത് ഓരോ ജോലിയും ഓരോ വൊക്കേഷൻ ആയിരിക്കണം. നമുക്കിഷ്ടമുള്ള മേഖലയിൽ അത്യധികം ആത്മാർത്ഥതയോടെ ഇഷ്ടത്തോടെ ജോലി ചെയ്യാൻ പറ്റണം. പക്ഷേ ഇന്നും എത്രയോ കുട്ടികൾ അവർക്ക് ഇഷ്ടമില്ലാത്ത മേഖല തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകുന്നുണ്ട്. അച്ഛനമ്മമാരുടെ നഷ്ടസ്വപ്നങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വവും ഭാവിയും ഒക്കെ ഉറപ്പാക്കുമ്പോൾ അവരുടെ സന്തോഷങ്ങളൊക്കെ എവിടെയോ നഷ്ടമാകാറുണ്ട് അല്ലേ? പിന്നെന്തിനാ ഈ ജോലിയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അത്യാവശ്യങ്ങളായിരുന്നടോ. വീട് വെക്കണം, കുട്ടികളെ വളർത്തണം, അവരെ പഠിപ്പിക്കണം, അങ്ങനെ ഒരുപാട് അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ അത്യാവശ്യങ്ങൾക്കിടയിൽ ആഗ്രഹങ്ങളെ വകവെച്ചില്ല. പക്ഷെ കാലം മാറി, സമയം മാറി, പ്രായവുമേറി. അപ്പോ ആഗ്രഹങ്ങളൊക്കെ ആവശ്യങ്ങളായി മാറി. ഒരു ബ്രേക്ക് എടുക്കേണ്ടത് ആവശ്യമായിരുന്നു. എടുത്തു. അത്യാവശ്യങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ മാറ്റുന്ന ആ മാജിക്കുകാരൻ നമ്മുടെ സമയം, കാലം നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കും. പണ്ടൊരു കാലത്ത് നല്ല മിന്നുന്ന ഉടുപ്പിട്ട് മുടിയൊക്കെ നല്ലവണ്ണം ചീകി ഇറുകെ പിന്നി നടന്ന ഞാനിപ്പോ വളരെ പഴയ ഒരു സാരി എടുത്ത് ചുറ്റി അത്യാവശ്യത്തിന് മാത്രം ഒരുങ്ങി അലസമായി നടക്കണം എന്നുണ്ടെങ്കിൽ അത് കാലത്തിന്റെ മാജിക് അല്ലാതെ മറ്റെന്താണ്? എന്റെ ഈ സാരി ഉണ്ടല്ലോ, ആ സാരിക്ക് എനിക്ക് തോന്നുന്നു എങ്ങനെ പോലെ ഒരു 35 വർഷത്തെ പഴക്കമെങ്കിലും കാണും. പഴയ കണ്ടാങ്കി സാരി അന്വേഷിച്ച് അന്വേഷിച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് പഴയ സാരിയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അന്യായ വില കൊടുത്ത് വാങ്ങിയതാ. ഇപ്പൊ ഇങ്ങനത്തെ കട്ടിയുള്ള കണ്ടാങ്കിയൊന്നും ഒരിടത്തും വീവിയുന്നില്ലെന്നേ. ഞാൻ ഈ സാരി വാങ്ങിയ പേജിലുണ്ടല്ലോ, അവിടെ ഒരുപാട് ട്രഷേർഡ് ആയിട്ടുള്ള ഏൻഷ്യന്റ് ആയിട്ടുള്ള വീവ്സ് ഇത് ക്യൂറേറ്റ് ചെയ്തെടുത്ത ആ ലേഡിയുടെ അവരുടെ പേഴ്സണൽ കളക്ഷൻസിലുള്ളതും അവരുടെ അമ്മയുടെയും അമ്മൂമ്മയുടെയും വാർഡ്രോബ്സിൽ നിന്നുള്ളതും ഒക്കെ ഉണ്ട് വിൽക്കാൻ. ഈ ബ്ലൗസ് ആകട്ടെ അനിയത്തി ആദ്യമായിട്ട് ജോലി കിട്ടിയപ്പോൾ വാങ്ങി തന്ന സൽവാർ സൂട്ട് സെറ്റിന്റെ ദുപ്പട്ട മുറിച്ചെടുത്ത് തയ്ച്ച് ഈ സാരിയോടൊപ്പം ചേർപ്പിച്ചതാ. കമ്മല് നമ്മുടെ സ്വന്തം സാത്രംഗി സിൽവർ സ്റ്റുഡിയോ, എന്റെ സ്റ്റോറിന്ന്. മാലയുടെ കഥ ശകലം രസമുള്ളതാ. അതൊരു ട്രൈബൽ ജ്വല്ലറിയാ. ഞാൻ ഈ കൈ ചുരുട്ടി പിടിച്ചിരിക്കുന്നില്ലേ, അതന്നെ. അത് ഊട്ടിയിലെ നീൽഗ്രീസിൽ ഉള്ള ടോഡ ട്രൈബിന്റെ ഹിപ് ചെയിൻ ആണ്. അവരുടെ ഹിപ് ചെയിൻ ഈ ഉള്ളവള് പതുക്കെ ഇസ്കി അതൊരു മാലയാക്കി. ഒരുപാട് പേര് ചെയ്യുന്നതാ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഹെവി പീസ് ആണെങ്കിലും കയ്യിൽ സൂക്ഷിച്ചു വെച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുത്ത് ജനറേഷൻസ് കൈമാറാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്. അങ്ങനെ ഇതൊക്കെ ഇട്ട് ഞാൻ സ്റ്റോറിലേക്ക് പോയി. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഞാനുണ്ടല്ലോ ഒരു ഓൾഡ് സോളാണ്. പഴയ അഗ്രഹാരത്തിൽ എവിടെയോ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ബംഗാളിൽ ടാഗോറിന്റെ കവിതകൾ വായിച്ചൊക്കെ ജീവിച്ചിരുന്ന അങ്ങനെ ഏതോ ഒരു ഓൾഡ് സോള്. എനിക്ക് അങ്ങനെയുള്ള ആഭരണങ്ങളും സാരികളും അതൊക്കെയാ ഇഷ്ടം. എങ്ങനെയുണ്ട് ഈ ലുക്ക്? നന്നായോ? ഇഷ്ടായോ? കമന്റ് ബോക്സിൽ എന്നോട് പറയണം. ഇങ്ങനെ ഓരോ ദിവസവും ഒരുങ്ങി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനായിട്ട് സ്ഥലങ്ങൾ ഉണ്ടാവുക, സന്ദർഭങ്ങൾ കിട്ടുക ഒക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? ഇനി എന്നെപ്പറ്റി വേറൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ പ്രീ ലവ്ഡ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പ്രീ ലവ്ഡ് ആയിട്ടുള്ള സാരി, ആഭരണങ്ങൾ, കുട്ടികളുടെ ഡ്രസ്സ് ഒക്കെ മേടിക്കാറുണ്ട്. ആഗ്രഹത്തോടു കൂടി ഉപയോഗിക്കാറുമുണ്ട്. വളരെ വളരെ സൂക്ഷിച്ച് ഞാനത് വെക്കാറുമുണ്ട്. അത് ഉപയോഗിച്ചിരുന്ന ഇതിനു മുമ്പ് അതിനെ സ്നേഹിച്ചിരുന്ന ആൾക്കാരുടെ ആത്മാവിന്റെ ഒരു അംശം കൂടി അതിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദേ ഈ മാല പോലെ, ഞാൻ നേരത്തെ ഇട്ട് കാണിച്ച മിഞ്ചി പോലെ, ഈ സാരി പോലെ. എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം കേട്ടോ.